എംഎൽഎമാർ 2 ദിവസക്കാലം ചർച്ച ചെയ്ത് പാസ്സാക്കിയ ഒരു നിയമം. എന്താ നിയമം? ആ നിയമത്തിൽ പറയുന്നു, കേരളത്തിലെ കലാകാരന്മാരുടെ സാംസ്കാരിക ക്ഷേമനിധിയിൽ വരേണ്ടവരാണ് ലൈറ്റ് ആൻഡ് സൗണ്ടുകാരും പന്തലുകാരും ഈ സ്റ്റേജുകാരും എന്നവർ പറയുന്നു. നിയമസഭ എംഎൽഎമാർ ഉൾപ്പെടെ പറയുന്നു. എന്നിട്ട് ആ നിയമം പാസ്സാക്കി. ആ നിയമം പാസ്സാക്കി പുതിയ സർക്കാർ വന്നതോടുകൂടി പുതിയ ക്ഷേമനിധി ബോർഡ് വന്നു. ആ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് സാംസ്കാരിക പ്രവർത്തനമാണ് കാണിക്കുന്നത്? കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരൻ പന്തലുകാരൻ സാംസ്കാരിക പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതാ അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും പന്തലുകാരനും നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനം ഈ ചെയർമാൻ നടത്തുന്നുണ്ടോ? ഒരു സിനിമ എടുക്കണമെങ്കിൽ, ഒരു നാടകം എടുക്കണമെങ്കിൽ, ഒരു കഥാപ്രസംഗം നടക്കണമെങ്കിൽ, ഒരു ഓട്ടംതുള്ളൽ നടക്കണമെങ്കിൽ, ഒരു കഥകളി നടക്കണമെങ്കിൽ, കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് എഴുതി വെച്ച് കൊടുക്കുന്നതാരാ? നിങ്ങളല്ലേ? ഞങ്ങളാ കേരളത്തിലെ വാടകക്കാർ. കേരളത്തിലെ വാടകക്കാരുടെ സ്റ്റേജ് ഇല്ലെങ്കിൽ, സൗണ്ട് ഇല്ലെങ്കിൽ, അതിന്റെ ഓപ്പറേറ്ററുടെ അതിമനോഹരമായ കലവിരുതില്ലെങ്കിൽ എവിടെ സാംസ്കാരിക പ്രവർത്തനം നടക്കുക?